ശ്രീ വസന്ത് സിറിയക്, കോൺഗ്രസിന് ഹരിയാനയിൽ കാലിടറിയോ? കാലിടറലുകളുമില്ല. നോക്കൂ, എത്ര റൗണ്ട് എണ്ണി തീർന്നു, ഇനിയും എത്ര റൗണ്ടുകൾ മിച്ചം കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ 4 റൗണ്ട് എണ്ണി കഴിയുമ്പോൾ 60 സീറ്റുകളുടെ വലിയ ഭൂരിപക്ഷമായിരുന്നല്ലോ കോൺഗ്രസിനും കോൺഗ്രസ് സഖ്യകക്ഷികൾക്കും ഉണ്ടായിരുന്നത്. ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു, ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ ഏതാണ്ട് 8 റൗണ്ടുകളുടെ റിപ്പോർട്ടിംഗ് നടത്തുമ്പോൾ ടേബിളുകളിൽ ഞങ്ങളുടെ ബൂത്ത് ഏജന്റുമാരുടെ റിപ്പോർട്ടിംഗ് പ്രകാരം 12 റൗണ്ടുകൾ എണ്ണി തീരുമ്പോഴും 8 എണ്ണത്തിന്റെ മാത്രമാണ് റിപ്പോർട്ടിംഗ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. അങ്ങനെ തുടങ്ങി സാങ്കേതികമായി ഒരുപാട് പ്രശ്നങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് ലോക്സഭാ ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ഒരു രസകരമായ സംഭവം ഉണ്ടായി. രാവിലെ മുതൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യുകയാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച്. ഏകദേശം 9 മണിയോടുകൂടി തന്നെ സൂചനകൾ ലഭിച്ചു തുടങ്ങിയപ്പോൾ കോൺഗ്രസിന്റെ തന്നെ നേതാവ് PM നിയാസ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ജമ്മു കാശ്മീരിന്റെ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഹരിയാന ചർച്ച ചെയ്യാൻ ധൈര്യം വരുന്നില്ല, ഹരിയാനയിലേക്ക് വരൂ, ഹരിയാനയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ മറുപടിയുണ്ട് എന്നാണ്. ഇപ്പോൾ ഒരു 3 മണിക്കൂർ പിന്നിടുമ്പോൾ കോൺഗ്രസിന് അത് ഇലക്ഷൻ കമ്മീഷന്റെ തലയിൽ വച്ച് മനഃപൂർവ്വം തെരഞ്ഞെടുപ്പ് ഫലം വൈകിച്ചു എന്ന് പറയുന്ന ദൗർബല്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയോ? ഒരിക്കലുമില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ ഇലക്ഷന്റെ സമ്പൂർണ്ണ റിസൾട്ട് വെളിയിൽ വരട്ടെ. ആ സമ്പൂർണ്ണ റിസൾട്ട് വെളിയിൽ വന്നതിന് ശേഷം വളരെ കൃത്യമായി AICC നേതാക്കൾ തന്നെ നിങ്ങൾ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യും. 2, ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഹരിയാനയിൽ അടക്കം രാഷ്ട്രീയ രംഗം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു എന്ന വിശ്വാസമാണ് ഇപ്പോഴും ഞങ്ങൾക്ക്. അവിടെ ഉണ്ടായിരുന്ന ജാട്ട് സമൂഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ഗുസ്തി താരങ്ങൾക്ക് കേന്ദ്ര സർക്കാരുമായി ഉണ്ടായ പ്രശ്നങ്ങൾ, കർഷക സമരം, അവിടുത്തെ വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ സമരം, ഇവയൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അവയൊക്കെ എങ്ങനെ എൻലൈറ്റ് ചെയ്യാമോ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിന്റെ അങ്ങേയറ്റത്ത് നിന്ന് അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി സമ്പൂർണ്ണ റിസൾട്ട് വന്നിട്ടും ഞങ്ങൾക്ക് അവിടെ തിരിച്ചടിയാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് എന്തുകൊണ്ടുണ്ടായി എന്നത് പഠിക്കേണ്ടതായി വരും. അത് പഠിക്കും, ആ തെറ്റ് തിരുത്തുകയും ചെയ്യും. അതിലിപ്പോ നേരത്തെ ആരോ പറയുന്നുണ്ട്, എന്താണ് ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട്, മോഹൻ വർഗീസ് സാർ തന്നെയാണെന്ന്. ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവിടെ സീറ്റ് സാധ്യതകളെ പറ്റി കോൺഗ്രസ് ആരാഞ്ഞില്ല. കോൺഗ്രസിന്റെ കടുംപിടുത്തമാണ് അവിടെ ആപ്പ് കോൺഗ്രസ് സഖ്യം ഉണ്ടാവാതിരിക്കാൻ കാര്യം. അതുകൊണ്ടാണ് ഈ തിരിച്ചടി എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പൊ നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ കോൺഗ്രസ് ആപ്പ് സഖ്യം ഉണ്ടായിരുന്നല്ലോ. 7 സീറ്റുകളും BJP തൂത്തുവാരികയല്ലേ ചെയ്തു. 7 സീറ്റുകളും BJPയുടെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു 7. അവിടെ ഉണ്ടായിരുന്ന പഴയ ഈ ഹർഷവർദ്ധൻ അടക്കമുള്ള BJP ക്യാബിനറ്റ് മിനിസ്റ്റർമാരെ മത്സര രംഗത്ത് നിന്ന് മാറ്റി അവിടെ പുതുമുഖങ്ങളെ അവർ പരീക്ഷിച്ചു. അപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ, മോഹൻ വർഗീസ് സാർ അടക്കമുള്ളവർ എന്താണ് പ്രതീക്ഷിച്ചത്, അവിടെ കോൺഗ്രസ് ആപ്പ് സഖ്യം ഉണ്ടാകുന്നു, സ്വാഭാവികമായും 7 ഒരു മജോറിറ്റി സീറ്റുകളിലേക്ക് ആ സഖ്യം വിജയിച്ചു കയറുമെന്നായിരുന്നു. അപ്പോ അവിടെ തോറ്റുപോയി. അപ്പൊ ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന അലയൻസ് വർക്കാവുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അലയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് തോറ്റുപോയത് എന്ന് പറയാൻ പറ്റില്ല. നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഹരിയാനയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 30+ സീറ്റുകളുള്ള പാർട്ടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സ്ഥിതി? 10 സീറ്റുകളും ക്ലീൻ സ്വീപ്പ് ചെയ്തിരുന്ന 2019 നിന്ന് 2024 വരുമ്പോൾ 5 സീറ്റുകൾ BJPയിൽ നിന്ന് തിരിച്ചു പിടിച്ച പാർട്ടിയാണ്. അവിടെ കൃത്യമായ സംഘടനാ സംവിധാനം പാർട്ടിക്കുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ സംസ്ഥാനത്തെ നേതാക്കളെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൽ കവിഞ്ഞ് ആ നേതാക്കളെ അതിലംഘിച്ചുകൊണ്ട് ഒരു സഖ്യ സാധ്യത കേന്ദ്ര നേതൃത്വത്തിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ അത്തരത്തിലൊരു സഖ്യ സാധ്യതയിലേക്ക് പോകാതിരുന്നത്. ഇപ്പോ ജനമടക്കം BJP പ്രവർത്തകരടക്കം ആവേശം കൊള്ളുകയാണല്ലോ ഹരിയാനയിൽ. എന്താണ് നിങ്ങൾക്ക് ജമ്മു കാശ്മീരിൽ പറ്റിയത്? ശ്രീ നിയാസ് രാവിലെ നിങ്ങളോട് ഹരിയാനയെ പറ്റി ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ജമ്മു കാശ്മീരിൽ പറ്റിയത്? RSSന്റെ 100 വർഷത്തെ പദ്ധതിയിൽ ഒന്ന് എന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ ഈ പറയുന്ന ജമ്മു കാശ്മീരിലെ ഭേദഗതികൾ കൊണ്ടുവന്നത്. നിങ്ങളുടെ ഗോൾഡൻ റൂൾസ് എന്ന് പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾ അതിനെ അവതരിപ്പിച്ചത്. രാജ്യമൊട്ടുക്കും അമിത്ഷായും നരേന്ദ്രമോദിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കാണിച്ച 5 വിഷയങ്ങൾ എടുത്താൽ അതിലൊന്ന് കാശ്മീരിൽ ഈ നിയമം പിൻവലിച്ചതും അതിനോടൊപ്പം നിന്ന കാശ്മീർ ജനതയെ പറ്റിയുമായിരുന്നല്ലോ. കാശ്മീർ മുഴുവൻ നിങ്ങളുടെ ഒപ്പം ചേരുന്നു എന്നല്ലേ പറഞ്ഞത്? എന്താണ് കാശ്മീരിൽ ഉണ്ടായത്? കാശ്മീരിൽ നിങ്ങൾ അധികാരം കൈവിട്ടു പോകുന്നു. PDP അവിടെ ചിത്രത്തിലേ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പൊ നിങ്ങൾ കോൺഗ്രസ് 10 അല്ലെങ്കിൽ കോൺഗ്രസ് 8 എന്ന് അവിടെ പറയും. ഹരിയാനയിൽ നിങ്ങൾക്ക് അലയൻസ് ഇല്ലാത്തതാണ് ബുദ്ധിമുട്ട്. കാശ്മീരിൽ വരുമ്പോൾ ആ അലയൻസിനെ നിങ്ങൾ അലയൻസ് ആയി കാണുന്നില്ല, മറിച്ച് കോൺഗ്രസിന് ഇത്ര, നാഷണൽ കോൺഫറൻസിന് ഇത്ര, സ്വതന്ത്രന്മാർ ഇത്ര, അങ്ങനല്ല. അവിടെ നാഷണൽ കോൺഗ്രസിന്റെയും സഖ്യമാണ് മത്സരിച്ചത്. ആ സഖ്യം അവിടെ അധികാരത്തിലേക്ക് വരികയാണ്. 2
സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ 2 സംസ്ഥാനങ്ങളും BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്, സിറ്റിംഗ് സംസ്ഥാനങ്ങളാണ്. സംശയമുണ്ടോ? ആ 2 സംസ്ഥാനങ്ങളിൽ ഒരെണ്ണം കോൺഗ്രസ് പിടിച്ചെടുക്കുന്നു, ഒരെണ്ണം നെക്ക് ടു നെക്ക് ഫൈറ്റിൽ എവിടേക്ക് പോകുന്നു എന്ന് പറയാതെ കോൺഗ്രസ് സഖ്യം 46 എന്ന് പറയുമ്പോഴും കോൺഗ്രസ് മാത്രമായിട്ട് എടുക്കുമ്പോൾ 8-ൽ ചുരുങ്ങുകയാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഹരിയാനയിൽ നിങ്ങൾക്ക് സഖ്യം വേണം, ഇപ്പുറത്ത് സഖ്യം ഉണ്ടായതിനെ ഞങ്ങൾ സഖ്യമായിട്ടാണല്ലോ മത്സരിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നാളെ BJP ഒരു സംസ്ഥാനത്ത് ജയിക്കുന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ സിറിയക്ക് അങ്ങനെയാണെങ്കിൽ ഹരിയാനയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാം എന്നുള്ള ആത്മവിശ്വാസത്തിന്റെ പുറത്തായിരുന്നു അഗ്നിവീർ പദ്ധതിയും ഗുസ്തി താരങ്ങളെ മുൻനിർത്തിയുള്ള സമരവും കർഷക സമരവും ഒക്കെ എടുത്തുകാട്ടിയത്. ഒപ്പം സാമുദായിക മേൽക്കോയ്മ നേടുന്നതിന് വേണ്ടി ജാട്ട് സമുദായത്തെ കൂടെ കൂട്ടിയതും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, അവിടെ ഹരിയാനയുടെ സംഘടനാ സംവിധാനം പോലെ അല്ല ജമ്മു കാശ്മീരിൽ. ഹരിയാനയിൽ കോൺഗ്രസ് ആണ് ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ടി. സംശയമുണ്ടോ? BJP അവിടെ കൂടുതൽ സീറ്റുകൾ നേടുമ്പോൾ രണ്ടാമത്തെ വലിയ കക്ഷിയായി വരുന്നത് എല്ലാ കാലത്തും കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുമ്പോൾ BJP ആണ് രണ്ടാം കക്ഷിയായി വരുന്നത്. അവിടേക്ക് അങ്ങനെ വരുമ്പോ ആ സംസ്ഥാനത്തെ നേതാക്കൾ വലിയ പ്രത്യാശയോടുകൂടി ഇത്തവണ നമുക്ക് ഒറ്റയ്ക്ക് കടന്നു വരാൻ പറ്റുമെന്ന് പറയുന്ന ഒരു സാഹചര്യം. 90 സീറ്റിൽ ഏതാണ്ട് 15% സീറ്റുകൾ സഖ്യകക്ഷി ചോദിച്ചാൽ അവർ സിറ്റിംഗ് സീറ്റുകളല്ല എന്ന് ഓർക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ആ സഖ്യ സാധ്യത വേണ്ട എന്ന് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. കോൺഗ്രസ് ഒറ്റയ്ക്ക് ഇതാ നിങ്ങൾ ഈ സഖ്യത്തിന്റെ കൂടെ ആവശ്യമില്ല എന്നല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, അങ്ങ് കാശ്മീരിൽ കോൺഗ്രസിന് ഇത്ര, നാഷണൽ കോൺഫറൻസിന് ഇത്ര എന്ന് അങ്ങ് തരം തിരിച്ചു പറഞ്ഞല്ലോ. നാളെ കേരളത്തിൽ കുറച്ച് സീറ്റുകൾ നിങ്ങളുടെ NDA മുന്നണി നേടിയ, നിങ്ങൾ BDJS 5 അല്ലെങ്കിൽ ഈ പറയുന്ന BJP 6 എന്ന് പറഞ്ഞ് നിങ്ങൾ തിരിച്ചു കാണും? അല്ലല്ലോ. മുന്നണിയായി മത്സരിക്കുമ്പോൾ മുന്നണിയുടെ വിജയം തന്നെയാണത്. കാശ്മീരിൽ കോൺഗ്രസ് മുന്നണിയുടെ വിജയമാണത് എന്ന് പറയുന്നതിനകത്ത് എന്തിനാ ഇത്ര മടിക്കുന്നത്? പൂർണ്ണ അർത്ഥത്തിൽ ഈ റിസൾട്ട് വെളിയിൽ വരുമ്പോ ഹരിയാനയിൽ അടക്കം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് വന്ന് വിജയത്തിലേക്ക് കടന്നു വരാൻ പറ്റുമെന്നാണ് അവിടെ നിന്നുള്ള നേതാക്കൾ അടക്കം പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്.